സംസ്ഥാനത്തുടനീളം അതിശക്തമായ മഴ തുടരുന്ന പശ്ചാത്തലത്തിൽ മഴക്കെടുതിയും വളരെയധികം രൂക്ഷമാണ്. ഇന്ന് തിരുവനന്തപുരവും കൊല്ലവും ഈ രണ്ട് ജില്ലകൾ ഒഴിച്ചുള്ള 12 ജില്ലകളിലും തീവ്ര മഴ മുന്നറിയിപ്പ് സാധ്യതയാണുള്ളത്. 10 ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധിയാണ്. കാസർഗോഡ്, കോഴിക്കോട്, മലപ്പുറം, പാലക്കാട്, തൃശൂർ, എറണാകുളം, ആലപ്പുഴ, പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ഈ 10 ജില്ലകളിലും കണ്ണൂരിലെ ഇരിട്ടി, തളിപ്പറമ്പ്, പയ്യന്നൂർ താലൂക്കുകളിലുമാണ് ഇന്ന് അവധിയുള്ളത്. വരുന്ന ദിവസത്തെ PSC പരീക്ഷകളും മാറ്റിവെച്ചിട്ടുണ്ട്. 4, 5, 6, 8 തീയതികൾ, അതായത് ഇന്ന് ഉൾപ്പെടെയുള്ള തീയതികളിലെ പരീക്ഷകളാണ് മാറ്റിവെച്ചത്. OMR ഓൺലൈൻ പരീക്ഷകൾ മാറ്റിവെച്ചതായി PSCയും അറിയിച്ചു. മുൻകൂട്ടി നിശ്ചയിച്ച സർവകലാശാല പരീക്ഷകൾക്കും പൊതുപരീക്ഷകൾക്കും മാറ്റമില്ല. ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന ഇടുക്കിയിലെയും വയനാട്ടിലെയും സ്കൂളുകൾക്കും അവധിയാണ്. പത്തനംതിട്ടയിലും മഴക്കെടുതി രൂക്ഷമാണ്. പ്രത്യേകിച്ച് പത്തനംതിട്ടയിൽ ഇന്ന് മുഖ്യമന്ത്രി സന്ദർശിക്കുന്ന ഒരു ദിവസവും കൂടിയാണ്. പത്തനംതിട്ടയിൽ തന്നെ റാന്നിയും തിരുവല്ലയും ആറന്മുള മേഖലയും ഒക്കെ തന്നെ ഈ വെള്ളത്തിൽ മുങ്ങി നിൽക്കുന്ന സാഹചര്യമാണ്. അരക്കെട്ടോളം വെള്ളമാണ് എന്നുള്ളത് നമ്മൾ ആദ്യത്തെ ദിവസം തൊട്ട് തന്നെ സംസാരിക്കുന്നതാണ്. അതിനിപ്പോഴും ഒരു ശമനമില്ല. നിരവധി പേർ ഇപ്പോഴും ക്യാമ്പുകളിൽ കഴിയുന്നൊരു സാഹചര്യമുണ്ട്. തിരുവല്ലയിലാണ് കൂടുതൽ ക്യാമ്പുകളുള്ളത്. കോഴഞ്ചേരി, മല്ലപ്പള്ളി, റാന്നി എന്നിവിടങ്ങളിലും ക്യാമ്പ് പ്രവർത്തിക്കുന്നുണ്ട്. നദീതീരത്തുള്ളവർക്ക് ജാഗ്രതാ നിർദ്ദേശം നിലനിൽക്കുന്നുണ്ട്. താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് വളരെയധികം രൂക്ഷമാണ്. കുറ്റൂർ തിരുവല്ല റോഡിൽ വെള്ളക്കെട്ട് മൂലം MC റോഡിൽ വാഹനങ്ങൾ കുടുങ്ങിക്കിടക്കുകയാണ്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മുഖ്യമന്ത്രി ഇന്ന് പത്തനംതിട്ടയിൽ എത്തുന്നുണ്ട്. അതാണ് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയായിട്ട് നമുക്ക് പറയാനുള്ളതും. പ്രത്യേകിച്ച് പത്തനംതിട്ടയിലെ പ്രളയ മേഖലകൾ മുഖ്യമന്ത്രി സന്ദർശിക്കും. ആറന്മുളയിലായിരിക്കും ആദ്യം പോവുക. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ റാന്നിയും ആറന്മുളയും ഒക്കെ തന്നെ വെള്ളത്തിനടിയിലാണ്. അവിടെ ഈ നിരവധി ക്യാമ്പുകൾ ഉണ്ട്. പക്ഷേ ആദ്യം ആറന്മുളയിലാണ് മുഖ്യമന്ത്രി സന്ദർശിക്കുക. മഴയുടെ ശക്തി കുറഞ്ഞതോടെ പാല ഉൾപ്പെടെയുള്ള കോട്ടയത്തിൻ്റെ കിഴക്കൻ മേഖലകളിൽ നിന്ന് വെള്ളം ഇറങ്ങി തുടങ്ങി എന്നുള്ളൊരു ആശ്വാസകരമായ കാര്യമുണ്ട്. അതേസമയം പടിഞ്ഞാറൻ മേഖലയിൽ ജലനിരപ്പ് ഇപ്പോഴും ഉയരുന്നൊരു പശ്ചാത്തലമുണ്ട്. ഇന്നലെ വെള്ളക്കെട്ടിൽ കാണാതായ മണേർക്കാട് സ്വദേശി ശരണിന് വേണ്ടിയുള്ള തെരച്ചിൽ ഇന്ന് വീണ്ടും ആരംഭിക്കും. മലപ്പുറം പാണക്കാട് മണ്ണിടിച്ചിലുണ്ടായ സ്ഥലത്ത് ഇന്ന് കൂടുതൽ പരിശോധന ഉണ്ടാകും. മഴ മാറാത്തതിനാൽ മണ്ണ് പൂർണ്ണമായും നീക്കിയിട്ടുമില്ല. വേങ്ങര റോഡിൽ ഗതാഗത നിരോധനം ഏർപ്പെടുത്തി. കാലാവധി കഴിഞ്ഞിട്ടും പ്രവൃത്തി തുടരുന്ന സ്ഥലമുടമയ്ക്ക് നഗരസഭ കാരണം കാണിക്കൽ നോട്ടീസും നൽകി. കോഴിക്കോടേക്ക് വരുമ്പോഴേക്കും താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിനടിയിലാണ്. 32 ഇടങ്ങളിലായി 1000-ഓളം പേരാണ് ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കോഴിക്കോട് കഴിയുന്നത്. ഇടുക്കിയിലേക്ക് വരുമ്പോൾ മഴയുടെ ശക്തി കുറഞ്ഞു എന്ന് വേണം പറയാൻ. മലങ്കര, കല്ലാർകുട്ടി, പാമ്പ്ള അണക്കെട്ടുകളിൽ നിന്ന് വെള്ളം പുറത്തേക്ക് ഒഴുകുന്നത് തുടരുന്നൊരു സാഹചര്യവുമുണ്ട്. എറണാകുളത്തേക്ക് വരുമ്പോഴേക്കും മഴയ്ക്ക് ശമനം വന്നു എങ്കിൽ പോലും മലയോര മേഖലയിൽ മഴക്കെടുതി രൂക്ഷമാണ്. ജില്ലയിൽ തീവ്ര മഴ മുന്നറിയിപ്പുണ്ട്. വയനാട്ടിലാവട്ടെ ഇന്ന് ഓറഞ്ച് അലേർട്ട് ആണ്. പക്ഷേ നിലവിൽ മഴ മാറി നിൽക്കുന്നൊരു സാഹചര്യമുണ്ട്. അതൊരു ആശ്വാസകരമായ കാര്യമാണ്. പക്ഷേ ഓറഞ്ച് അലേർട്ടാണ്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഇന്ന് വയനാട്ടിൽ പ്രവർത്തിക്കും. ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന സ്കൂളുകൾക്ക് മാത്രമാണ് വയനാട്ടിൽ അവധിയുള്ളത്. ബാക്കി എല്ലായിടത്തും തന്നെ പ്രവൃത്തി ദിനമാണ്. കണ്ണൂരിൽ ആവട്ടെ ഒഴുക്കിൽപ്പെട്ട് കാണാതായവർക്കുള്ള തിരച്ചിൽ ഉടൻ തന്നെ തുടങ്ങും. രാജേഷ്, ഹനീഫ എന്നിവരെ കാണാതായിട്ട് 4 ദിവസമാകുന്നു. ജില്ലയിൽ മഴയ്ക്ക് ശമനമായതോടെ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ നിന്നും ആളുകൾ വീട്ടിലേക്ക് മടങ്ങി തുടങ്ങിയിട്ടുണ്ട്. തിങ്കളാഴ്ച വൈകിട്ടത്തെ കണക്കനുസരിച്ച് ജില്ലയിൽ 6 ക്യാമ്പുകളിലായി 456 പേരാണുള്ളത്. പാലക്കാട് വരുമ്പോഴേക്കും കാഞ്ഞിരപ്പുഴ ഡാമിൻ്റെ ഷട്ടറുകൾ 10 സെൻറ്റിമീറ്റർ ഉയർത്തിയിട്ടുണ്ട്. ഡാമിൻ്റെ പരമാവധി സംഭരണശേഷി 97.5 മീറ്ററാണ്. നിലവിലെ ജലനിരപ്പ് 96.07 മീറ്ററാണ്. അണക്കെട്ടിന് സമീപത്തുള്ളവരും പുഴയുടെ ഇരുകരകളിലെ താമസക്കാരും പൊതുജനങ്ങളും ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ കളക്ടർ അറിയിക്കുകയും ചെയ്തു. പുഴയിൽ ഇറങ്ങുന്നതും മീൻ പിടിക്കുന്നതും ഒഴുക്കുള്ള ഭാഗങ്ങളിലേക്ക് പോകുന്നതും കർശനമായി ഒഴിവാക്കണമെന്നും നിർദ്ദേശമുണ്ട്.
നമ്മൾ ആദ്യം ശശിനാരായണനിലേക്ക് പോകുന്നു. പത്തനംതിട്ട ജില്ലയുടെ കാര്യങ്ങൾ അറിയാൻ പത്തനംതിട്ടയിലാണെന്ന് മുഖ്യമന്ത്രി എത്തുകയും ചെയ്യുന്നത്. ശശിനാരായണൻ, പ്രധാനമായിട്ട് നമുക്ക് രണ്ടായിട്ട് പോകാം. നമുക്ക് ആദ്യം നിലവിലെ പത്തനംതിട്ടയിലെ സാഹചര്യം നോക്കുക. ഇപ്പോൾ റാന്നിയും ആറന്മുളയും ഉൾപ്പെടെ വെള്ളത്തിനടിയിലാണ്. നമ്മൾ ആദ്യം തൊട്ട് തന്നെ, പ്രത്യേകിച്ച് കുറച്ചധികം മണിക്കൂറുകൾ അർദ്ധരാത്രി മുതൽ പെയ്ത മഴ ആദ്യത്തെ ദിവസത്തിൽ തന്നെ മുങ്ങിപ്പോയ ഒരു സ്ഥലമാണ് പത്തനംതിട്ട. ആ സാഹചര്യം നിലവിലും ഉണ്ടോ? ഇപ്പോഴും അതിന് കുറവുണ്ടോ? പ്രത്യേകിച്ച് അരക്കെട്ടോളം വെള്ളമായിരുന്നു എന്നുള്ളതാണ് നമ്മൾ അന്ന് കണ്ടത്, പ്രത്യേകിച്ച് സിറ്റി ഭാഗങ്ങളിൽ. ഇന്നതിന് ശമനമുണ്ടോ, കുറവുണ്ടോ? പത്തനംതിട്ടയിൽ നിലവിലത്തെ സാഹചര്യം എങ്ങനെയാണ്? ശക്തമായ മഴയുണ്ടോ? വരും മണിക്കൂറുകളിൽ എന്താണ് സാഹചര്യം ഉണ്ടാവേണ്ടത്? ഈ പത്തനംതിട്ടയില് ഇന്നലെ രാത്രിയും വലിയ തോതിൽ മഴയുണ്ടായിരുന്നു. പക്ഷേ ആറന്മുളയിലാണ് ഏറെ ദുരിതം ഇപ്പോഴും നിലനിൽക്കുന്നത്. ആറന്മുളയും അപ്പർ കുട്ടനാടുമാണ് ഏറെ ദുരിതം നിലനിൽക്കുന്നത്. കാരണം വെള്ളക്കെട്ട് രൂക്ഷമായി തുടരുന്ന പ്രദേശമായി ആറന്മുളയും അപ്പർ കുട്ടനാട് മേഖലയും പോകുന്നു. പ്രത്യേകിച്ച് പുറ്റൂർ തിരുവല്ല MC റോഡിൽ വെള്ളക്കെട്ട് കാരണം ഗതാഗതം തന്നെ തടസ്സപ്പെടുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറുന്നുണ്ട്. റാന്നിയിൽ വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. കാരണം കഴിഞ്ഞ 2 ദിവസമായി പെയ്യുന്ന മഴയിൽ റാന്നിയിൽ ഒരു ആശ്വാസം ഇടയ്ക്കുണ്ടായിരുന്നു. പിന്നീട് ഇന്നലെ മഴ പെയ്തോടി ഉപാസനക്കടവിന്റെ അവിടെ മാത്രമാണ് വെള്ളം കയറിയത്. അതോടെ പിന്നീട് വെള്ളം ഇറങ്ങുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ പമ്പയാറ്റിലെ ജലനിരപ്പിന് കാര്യമായ കുറവില്ല. പക്ഷേ ഈ വെള്ളം ഇറങ്ങിയത് ആറന്മുളയിലും ഒപ്പം തിരുവല്ല കുറ്റൂര് മേഖല, അത് കടപ്ര, നിരണം തുടങ്ങിയ പെരിങ്ങര തുടങ്ങിയ അപ്പർ കുട്ടനാട് മേഖലയിൽ വലിയ ദുരിതമാണ് വിതച്ചിട്ടുള്ളത്. എന്തായാലും ശ്രീമൂലപുരം എന്ന് പറയുന്ന തിരുവല്ലയിലെ ഒരു 250ഓളം വീടുകൾ ഇപ്പോഴും ഈ വെള്ളത്തിന്റെ അടിയിലായ ഒരു സാഹചര്യം തിരുവല്ലയിൽ നിലനിൽക്കുന്നു. MC റോഡിലെ ഗതാഗതം വളരെ ഈ ദുരിതമായി മാറി. കാരണം ഗതാഗതം തടസ്സപ്പെടുന്ന രീതിയിലേക്ക് വലിയ വാഹനങ്ങൾ കടന്നു പോകാൻ മാത്രമാണുള്ളത്. ചെറിയ വാഹനങ്ങളൊക്കെ ഇപ്പോഴും വലിയ ഗതാഗത കുരുക്ക് MC റോഡിൽ അനുഭവപ്പെടുന്നുണ്ട്. അത്തരത്തിൽ താഴ്ന്ന പ്രദേശങ്ങളെല്ലാം തന്നെ വെള്ളക്കെട്ടില് വലിയ ദുരിതമാണ് അനുഭവിക്കുന്നത്. കഴിഞ്ഞ 3 ദിവസമായി സമാനമായ രീതിയിൽ തുടരുന്നു എന്നുള്ളതാണ് കാര്യം. അതിന് കാരണം തിരുവല്ലയിൽ ഈ അപ്പർ കുട്ടനാട്ടിലെ വെള്ളം പൊക്കത്തിന് പ്രധാന കാരണം എന്ന് പറയുന്നത് മണിമലയാറ്റിലെ ജലനിരപ്പ് ഉയർന്നതാണ്. അച്ചൻകോലാറ്റിലെ ജലനിരപ്പിന് നേരിയ കുറവുണ്ട്. അതേസമയം പമ്പയാറിലെ ജലനിരപ്പിന് കാര്യമായ കുറവില്ല. മൂഴിയാർ ഡാമിന്റെ ഷട്ടറുകൾ 15 സെന്റിമീറ്റർ ഇന്നലെ തുറന്നിരുന്നു. അതിപ്പോഴും ആ സ്ഥിതി തന്നെയാണ്. ഡാമുകളിലെ ജലനിരപ്പിന് കാര്യമായ വർധന ഉണ്ടായിട്ടില്ല. അതേസമയം ഈ പമ്പയാറ്റിലെ മലകളിൽ നിന്ന് ഒഴുകിയെത്തുന്ന നീരൊഴുക്ക്, അത് പമ്പയാറ്റിലെ ജലനിരപ്പ് വർദ്ധിച്ചിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് പല സ്ഥലങ്ങളിലും ഈ പറയുന്ന നേരത്തെ നമ്മൾ സൂചിപ്പിച്ച 2-3 ദിവസമായി തുടരുന്ന ഈ വെള്ളക്കെട്ട്. അത് പ്രത്യേകിച്ചും ഇപ്പോൾ ആറന്മുളയിൽ നേരിയ തോതിൽ കുറവുണ്ടെങ്കിലും ആ വെള്ളം ഇറങ്ങി ചെല്ലുന്നത് തിരുവല്ലയാണ്. ആ തിരുവല്ല അടക്കമുള്ള ചെങ്ങന്നൂർ അടക്കമുള്ള ഭാഗങ്ങളിൽ ഇപ്പോൾ വലിയ രീതിയിലുള്ള ദുരിതം ഉണ്ടാകുന്നു എന്നുള്ളതാണ് അവിടെ നിന്ന് നമുക്ക് ലഭിക്കുന്നത്. അത്തരത്തിൽ ആ പ്രദേശത്തെ ആളുകൾ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. നേരത്തെ വീടുകളിൽ നിന്ന് പുറത്തിറങ്ങാൻ ഒരുപാട് ആളുകൾ മടിച്ചിരുന്നു. പക്ഷെ അവരെയൊക്കെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക്, ഈ ക്യാമ്പുകളിലേക്ക് മാറ്റുന്ന നടപടികൾ ഈ സന്നദ്ധ പ്രവർത്തകരുടെയും അതുപോലെ തന്നെ ഫയർഫോഴ്സിന്റെയും NDRF സംഘത്തിന്റെ നേതൃത്വത്തിൽ നടത്തിയിരുന്നു. ചിലർ 2ാം നിലയുടെ മുകളിലാണ് താമസിക്കുന്നത്. അവരെ നിർബന്ധപൂർവ്വം ക്യാമ്പിലേക്ക് മാറ്റുന്ന ഒരു സാഹചര്യമുണ്ട്. കാരണം രാത്രി എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ ഇവരെ അവിടുന്ന് നീക്കം ചെയ്ത് കൊണ്ടുപോകാൻ വലിയ പ്രയാസം ഉണ്ടാകുന്ന കാര്യമായിരിക്കും. അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങളെല്ലാം ഇന്നലെയും മെനഞ്ഞാന്നുമായി 2-3 ദിവസമായി കൃത്യമായി പത്തനംതിട്ടയിൽ നടപ്പിലാക്കുന്നത്. അതായത് മന്ത്രി വിഷ്ണുനാഥും ഒപ്പം റവന്യൂ മന്ത്രി IP അനിൽകുമാറും MLA മാരും അടങ്ങുന്ന വലിയ സംഘം തന്നെ, സന്നദ്ധ പ്രവർത്തകർ അടക്കം തന്നെ ഇത്തരം കാര്യങ്ങൾക്ക് ഒരു നിർദ്ദേശം നൽകുകയും ഒപ്പം അതിനുവേണ്ടിയുള്ള നടപടികൾ പൂർത്തിയായും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഈ ദുരിതബാധിത പ്രദേശങ്ങൾ സന്ദർശിക്കാൻ മുഖ്യമന്ത്രി ഇന്ന് എത്തുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഉച്ചയ്ക്ക് 12 മണിക്കാണ് ആറന്മുളയിൽ മുഖ്യമന്ത്രി എത്തുന്നത്. അതിനുശേഷം റാന്നിയിലും എത്തും. ഈ 2 സ്ഥലങ്ങളിലും തിരുവല്ല അടക്കമുള്ള മേഖലകൾ സന്ദർശിച്ചിട്ടാണ് മുഖ്യമന്ത്രി. മുഖ്യമന്ത്രി വരുന്ന ഒരു പശ്ചാത്തലം അതാണല്ലോ ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാഹചര്യമായിട്ട് നോക്കേണ്ടത്. കാരണം മുഖ്യമന്ത്രി വരുന്ന ഒരു സമയം എന്ന് പറയുന്നത് നമുക്കറിയാം. ഇപ്പോൾ 2-3 ദിവസങ്ങൾക്ക് മുമ്പ് മുഖ്യമന്ത്രിയുടെ സൽക്കാരം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വളരെയധികം വിവാദമായിരുന്നു. അതിന് ന്യായീകരണവുമായിട്ട് മുഖ്യമന്ത്രി എത്തിയെങ്കിൽ പോലും ആ ഉള്ള വിവാദങ്ങൾ ഒന്ന് നിൽക്കുന്നുണ്ട്. 2, സർക്കാർ കൃത്യമായ നടപടി ഇക്കാര്യങ്ങളിൽ എടുത്തില്ല, കൂടുതൽ ജനങ്ങളെ ചേർത്ത് പിടിച്ചില്ല എന്നുൾപ്പെടെയുള്ള വിവാദങ്ങൾ നിൽക്കുന്ന ഒരു പശ്ചാത്തലത്തിലാണല്ലോ മുഖ്യമന്ത്രി പത്തനംതിട്ടയിൽ എത്തുന്നത്. ആദ്യം ആറന്മുളയിൽ എത്തുമെന്ന് മനസ്സിലാകുന്നു, ഉച്ചയോടുകൂടി എത്തുമെന്ന് മനസ്സിലാക്കുന്നു. പക്ഷേ ഈ ഒരു വിവാദത്തിന്റെ പശ്ചാത്തലത്തിൽ, ഈ ഒരു ക്ഷീണം സർക്കാർ നിൽക്കുന്ന പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രി വരുന്നത് അതൊരു പൊളിറ്റിക്കൽ ആംഗിളിലേക്ക് നോക്കുമ്പോഴേക്കും എങ്ങനെ വിലയിരുത്തേണ്ടി വരും? തീർച്ചയായിട്ടും അത്തരം ഒരു വിമർശനം നിൽക്കുന്ന സാഹചര്യത്തിലാണ് മുഖ്യമന്ത്രി എത്തുന്നത്. കാരണം മുഖ്യമന്ത്രി ഈ എത്താതിരുന്നതിനെ സംബന്ധിച്ചും ഈ രാഷ്ട്രീയപരമായിട്ട്, അതായത് ഈ പ്രളയ സമാനമായ വെള്ളപ്പൊക്കത്തിന് കാരണം ഈ ഉദ്യോഗസ്ഥരുടെയും സർക്കാരിന്റെ അനാസ്ഥയാണെന്ന് CPM അടക്കമുള്ള രാഷ്ട്രീയ കക്ഷികൾ ഉന്നയിച്ചു കഴിഞ്ഞു. പ്രത്യേകിച്ച് പത്തനംതിട്ടയിൽ അത് വലിയ രീതിയിൽ ഉണ്ട്. കാരണം സഹായം ലഭിക്കാതിരിക്കുന്നു, ആളുകൾക്ക് കൃത്യമായി മരുന്ന്, വെള്ളമൊക്കെ ലഭിക്കാതിരിക്കുന്നുണ്ട്. അപ്പർ കുട്ടനാട് മേഖലയിൽ അടക്കമുള്ള കുടിവെള്ളം പോലും ലഭിക്കാത്ത ക്യാമ്പുകൾ ഉണ്ടെന്നുള്ള കാര്യം കൂടി CPM നേതൃത്വത്തിൽ വലിയ രീതിയിൽ ആക്ഷേപം നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് മുഖ്യമന്ത്രി ഇപ്പോൾ വരുന്നത്. അതുകൊണ്ട് തന്നെ
മുഖ്യമന്ത്രി ഈ പ്രളയ സമയത്ത് ഈ അദ്ദേഹം മറ്റൊരു കാര്യങ്ങൾ ഈ ഊണ് കഴിച്ച ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചതൊക്കെ വലിയ വിവാദമായി മാറിയിരിക്കുന്ന അതെല്ലാം ചർച്ച ചെയ്യപ്പെടുന്ന സാഹചര്യത്തിലാണ് മുഖ്യമന്ത്രി ഇപ്പോൾ ഇവിടെ എത്തുന്നത്. എന്തായാലും ഈ പ്രദേശത്ത് മുഖ്യമന്ത്രി വരാതെ പോയത് അത് ഔചിത്യമല്ല എന്നുള്ളതാണ് പൊതുവെയുള്ള ഒരു ആരോപണം. അതുകൊണ്ട് തന്നെ ഇന്ന് മുഖ്യമന്ത്രി ഉച്ചയ്ക്ക് എത്തുമ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ഒരുപക്ഷെ അതിന് മറുപടി പറയാനും സാഹചര്യമുണ്ട്. നിലവിൽ ജനങ്ങൾ വളരെ പ്രതിസന്ധിയിലും ദുരിതത്തിലും കഴിയുമ്പോൾ മുഖ്യമന്ത്രിയുടെ നിലപാടുകൾ നടപടികൾ വലിയ വിമർശനം ഉണ്ടാക്കുന്ന രീതിയിലേക്കായി എന്നുള്ളതാണ് CPM അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികൾ ഉന്നയിക്കുന്നത്. അത് പരിഹരിക്കുക എന്ന ലക്ഷ്യം കൂടിയുണ്ട് മുഖ്യമന്ത്രിയുടെ ഈ ജില്ലയിലെ സന്ദർശനത്തിന്. എന്തായാലും ഇന്ന് ഉച്ചയ്ക്ക് 12 മണിക്കാണ് മുഖ്യമന്ത്രി എത്തുക. ഇതിന് ശേഷം റാന്നിയും തിരുവല്ലയും അതുപോലെ തന്നെ കോഴഞ്ചേരി അടക്കമുള്ള പ്രദേശങ്ങൾ താഴ്ന്ന പ്രദേശങ്ങൾ സന്ദർശിച്ച ശേഷം ദുരിതബാധിതരെ നേരിട്ട് ക്യാമ്പുകളിലെത്തി കണ്ടതിന് ശേഷമായിരിക്കും മടങ്ങുക. എന്തായാലും ഇപ്പോൾ മഴ മാറിയ സമയമാണ്. നേരിയ രാത്രി മഴയുണ്ടായിരുന്നു, പക്ഷേ മേഘാവൃതമാണ് ആകാശം. നിലവിലത്തെ സാഹചര്യത്തിൽ റാന്നിയിൽ വലിയ പ്രശ്നങ്ങളില്ല. പക്ഷേ ആറന്മുളയിലും ഈ തിരുവല്ല അപ്പർ കുട്ടനാട് മേഖലയിലും ഇപ്പോഴും ഗതാഗത തടസ്സം തുടരുകയാണ്. അവിടെ ബുദ്ധിമുട്ടുകൾ തുടരുന്നു എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. വീട്ടിൽ ക്യാമ്പിൽ നിന്നും ആളുകൾ തിരികെ പോകാൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ട്. ആ സാഹചര്യത്തിലാണ് മുഖ്യമന്ത്രി ഇന്ന് ജില്ല സന്ദർശിക്കുന്നത്. അടിയന്തരമായിട്ടുള്ള ഇടപെടലുകൾ ഉണ്ടാവും. എന്തായാലും ചില സഹായങ്ങളൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വാഗ്ദാനം ചെയ്തിരുന്നു. അതിനപ്പുറത്തേക്ക് എന്തെങ്കിലുമുള്ള കാര്യങ്ങളുണ്ടെന്ന കാര്യം ഇനി മുഖ്യമന്ത്രി വന്നതിന് ശേഷം അറിയാം. ഇതിന്റെ രാഷ്ട്രീയമായ ഒരു മാനം കൂടിയുണ്ട് മുഖ്യമന്ത്രിയുടെ ഈ സന്ദർശനത്തിന് എന്നുള്ളതാണ് നമുക്ക് പങ്കുവയ്ക്കാനുള്ളത്. കാര്യം യെസ്, ശശിനാരായണനാണ് പത്തനംതിട്ടയിൽ നിന്നും വിശദാംശങ്ങൾ നൽകിയത്. വളരെ ഡീറ്റെയിൽ ആയിട്ട് നോക്കുമ്പോൾ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പ്രേക്ഷകർ, അതായത് രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ ക്ഷീണം ഉണ്ടാക്കിയൊരു വിഷയമാണ്. VD സതീശൻ എന്ന മുഖ്യമന്ത്രിക്കും ഒരു വലിയ ക്ഷീണം ഉണ്ടാക്കിയ വിഷയമാണ്. അതുകൊണ്ട് തന്നെ പത്തനംതിട്ടയിലേക്ക് ഇന്ന് മുഖ്യമന്ത്രി എത്തുമ്പോഴേക്കും ക്യാമ്പുകൾ സന്ദർശിക്കുന്നതായിക്കോട്ടെ, അല്ലെങ്കിൽ ഉച്ചയ്ക്ക് എത്തുന്നതോടുകൂടി തന്നെ എന്തായിരിക്കും മുഖ്യമന്ത്രിയുടെ നിലപാട്, അവിടെ ഉള്ളവരെ എങ്ങനെയായിരിക്കും ചേർത്ത് പിടിക്കുക ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വളരെയധികം ഉറ്റുനോക്കേണ്ട ഒരു കാര്യം കൂടിയാണ്. എന്തായാലും പത്തനംതിട്ടയിൽ ആറന്മുളയിലായിരിക്കും ആദ്യം എത്തുക, പിന്നീട് റാന്നി ഉൾപ്പെടെയുള്ള മേഖലകളിലേക്ക് മുഖ്യമന്ത്രി പോകും. കോട്ടയത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. അവിടെ ശ്രീജിത്ത് ചേരുന്നുണ്ട്. ശ്രീജിത്ത്, കോട്ടയത്തെ സംബന്ധിച്ചിടത്തോളം നിലവിൽ മഴ എങ്ങനെയുണ്ട് സാഹചര്യം? ഇപ്പോൾ മേഘാവൃതമാണോ അന്തരീക്ഷം, അതോ ശക്തമായി പെയ്യുകയാണോ? മീനച്ചിലാറ്റിൽ ഉൾപ്പെടെ ജലനിരപ്പ് ഉയരുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു എന്നുള്ളത് ഇപ്പം നമ്മൾ കണ്ടിരുന്നൊരു സാഹചര്യമാണ്. നിലവിൽ എങ്ങനെയാണ്? ആശങ്കപ്പെടേണ്ട സാഹചര്യമുണ്ടോ? ഹരി, ഒരു അല്പം ആശ്വാസത്തിന്റെ രാത്രിയാണ് കടന്നുപോയത്. കാര്യമായ മഴ, അതിശക്തമായ മഴ ഉണ്ടായിരുന്നില്ല എന്നുള്ളത് ആശ്വാസമാണ്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ 2-3 ദിവസമായി പാലയിലൊക്കെ അപകട നിരപ്പിലായിരുന്നു വെള്ളം ഉണ്ടായിരുന്നെങ്കിൽ അതിൽ നിന്ന് താഴേക്ക് വാർണിംഗ് ലെവലിലേക്ക് ഇപ്പോൾ വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. അതായത് മീനച്ചിലാറ്റിൽ പാലയിൽ ഉൾപ്പെടെയുള്ള കിഴക്കൻ മേഖലയുടെ കാര്യമാണ് പറയുന്നത്. അതേപോലെ തന്നെ മൂവാറ്റുപുഴയാറുണ്ട്, അതായത് തലയോലപ്പറമ്പ് തുടങ്ങിയ മേഖലകളിലൂടെ ജില്ലയിലൂടെ ഒഴുകുന്നതാണ്. അതും അപകട നിലയിലേക്ക് ഇന്ന് രാവിലെ വെള്ളം അപകട നിലയ്ക്ക് താഴെ, അതായത് മുന്നറിയിപ്പ് നിലയിലേക്ക് മാത്രം വെള്ളം എത്തിച്ചേർന്നിട്ടുണ്ട് എന്നുള്ളതാണ്. പക്ഷേ താഴ്ന്ന പ്രദേശങ്ങൾ, കോട്ടയത്തിന്റെ ഈ വിവിധ സ്ഥലങ്ങളുണ്ട്. ഇപ്പൊ പേരൂർ, അതേപോലെ നീലിമംഗലം, നാഗമ്പടം, കോടിമത, തിരുവാർപ്പ്, കുമരകം ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ഇപ്പോഴും അപകട നിലയിൽ തന്നെ വെള്ളം തുടരുന്ന സാഹചര്യമാണ് ഉള്ളത് എന്നുള്ളതാണ് എടുത്ത് പറയാൻ സാധിക്കുന്നത്. അതായത് കിഴക്കൻ മേഖലയിൽ നിന്ന് വെള്ളം ഇറങ്ങുന്നു. പടിഞ്ഞാറൻ മേഖലയിൽ ഇന്നലെ രാത്രിയും വെള്ളം കൂടി. ഇന്നലെ രാവിലെയും പകലും ഒക്കെ റിപ്പോർട്ട് ചെയ്തിരുന്ന സ്ഥലങ്ങളുണ്ട്. അവിടെയൊക്കെ ഈ രാത്രിയും വെള്ളം കൂടുന്ന സാഹചര്യമാണ്, മഴ ഒഴിഞ്ഞു നിന്നിട്ടും. കാരണം അത് സ്വാഭാവികമാണ്. കിഴക്കൻ വെള്ളം ഒഴുകിയെത്തിയാൽ പിന്നെ ഈ മേഖലകളിൽ വെള്ളക്കെട്ടുണ്ടാകും. കുറഞ്ഞത് പ്രധാന കേന്ദ്രങ്ങളിലെങ്കിലും റോഡുകളിലൊക്കെ തന്നെ 2-3 ദിവസമെങ്കിലും വെള്ളം ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ട്. പാല ഈരാറ്റുപേട്ട റോഡിൽ നിന്ന് വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. അതുവഴിയുള്ള ഗതാഗതം ഏതാണ്ട് പുനഃസ്ഥാപിച്ചിട്ടുണ്ട്. കിടങ്ങൂരിൽ നിന്നും, അതായത് ഏറ്റുമാനൂർ പാല റോഡിലും കിടങ്ങൂർ ഭാഗത്ത് ഉള്ള വെള്ളത്തിന് ചെറുവാഹനങ്ങൾ കൂടി ഇപ്പോൾ കടന്നു പോകാൻ തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭിക്കുന്ന വിവരം. അതേസമയം തന്നെ കോട്ടയം കുമരകം റോഡിൽ വെള്ളക്കെട്ട് തുടരുന്ന സാഹചര്യമാണ് ഉള്ളത്. അവിടെ പലയിടത്തും വെള്ളക്കെട്ടുണ്ട്. വലിയ ലോറി പോലുള്ള വലിയ വാഹനങ്ങൾ കടന്നു പോകും, അതിനപ്പുറത്തേക്കുള്ള വാഹനങ്ങൾ, ചെറിയ വാഹനങ്ങൾ കടക്കില്ല എന്നുള്ളതാണ്. എന്തായാലും ഈ ദുരിതമകന്നു എന്ന് പറയാൻ കഴിയുന്ന സാഹചര്യത്തിലേക്ക് എത്തിയിട്ടില്ല. ഇനിയും ദിവസങ്ങൾ പിടിക്കും ഈ പടിഞ്ഞാറൻ മേഖല, ഈ 2-3 പഞ്ചായത്ത്, തിരുവാർപ്പ്, ഐമനം, കുമരകം, ഒപ്പം തന്നെ ആർപ്പൂക്കര പഞ്ചായത്തുകളുടെ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് തുടരും എന്നുള്ളതാണ്. ചങ്ങനാശ്ശേരി താലൂക്കിലെയും താഴ്ന്ന പ്രദേശങ്ങൾ ഇത്തരത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. വൈക്കം താലൂക്കിലെ താഴ്ന്ന പ്രദേശങ്ങളുണ്ട്. ഇവിടെയെല്ലാം ഇനിയും ദിവസങ്ങളോളം ഇതേ വെള്ളക്കെട്ട് തുടരുന്ന സാഹചര്യം തന്നെ ആയിരിക്കും ഉണ്ടാകുക എന്ന് തന്നെയാണ് നമുക്ക് പറയാൻ സാധിക്കുക.
എന്തായാലും ഇനിയും മഴ ഒന്ന് മാറി നിന്നാൽ ഇന്നും ഓറഞ്ച് അലർട്ടാണുള്ളത്. അതുകൊണ്ട് തന്നെ മഴ പൂർണ്ണമായും മാറി എന്നൊന്ന് നമുക്ക് ഇപ്പോഴും പറയാൻ കഴിയില്ല. ഈ പകൽ പെയ്താലും അതൊരു ദുരിതമാണ്. പ്രത്യേകിച്ച് ഈ കിഴക്കൻ മേഖല ഇടുക്കിയിൽ നിന്ന് അടക്കം ഈ വാഗമൺ പ്രദേശത്ത് നിന്നൊക്കെയാണ് ഫലത്തിൽ ഒഴുകിയെത്തുന്ന വെള്ളമുണ്ട്. അതെല്ലാം വലിയ ദുരിതം തന്നെയാണ് ഫലത്തിൽ കോട്ടയത്തിന് സമ്മാനിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ മേഖലയിൽ ഉള്ളവർക്ക് ഒരല്പം ദുരിതം തന്നെയാണ്. എന്നാൽ കൂട്ടിക്കൽ ഉൾപ്പെടെയുള്ള പുല്ലകയാറ് ആദ്യ ദിവസങ്ങളിൽ ഒരു ഉരുൾപൊട്ടൽ മണ്ണിടിച്ചിലൊക്കെ ഉണ്ടായ സ്ഥലമാണ്. മുൻകാലങ്ങളിൽ വലിയ ദുരന്തം ഉണ്ടായ സ്ഥലമാണ്. അവിടെയൊക്കെ ആദ്യ ദിവസം വലിയ മഴ പെയ്ത് വെള്ളം ഒഴിഞ്ഞ് എന്നതിനപ്പുറത്തേക്ക് ഈ മണിമല പോലെ മണിമലയാറ് കടന്നു പോകുന്ന ചില സ്ഥലങ്ങളിലെ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് ഇപ്പോഴും തുടരുന്ന സാഹചര്യമാണ്. എന്തായാലും ഇന്ന് ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയുണ്ട്. അതേസമയം തന്നെ ഇന്നലെ രാത്രി കാണാതായ ശരൺ എന്ന യുവാവുണ്ട്. മണർകാട് സ്വദേശിയാണ്. ശരണിന് വേണ്ടിയുള്ള തിരച്ചിൽ ഇന്നും തുടരുകയാണ്. എന്തായാലും NDRF, ഫയർഫോഴ്സ് അങ്ങനെ വിവിധ സേനാ വിഭാഗങ്ങൾ, പോലീസ്, റവന്യൂ വകുപ്പ് അങ്ങനെ എല്ലാവരും ചേർന്ന് വലിയൊരു ശ്രമം തുടരുകയാണ്. ഇതിനൊപ്പം തന്നെ ഇതിനപ്പുറത്തേക്കോ എന്നൊക്കെ പറയാവുന്ന രീതിയിൽ സന്നദ്ധ സംഘടനകളും രാഷ്ട്രീയ പാർട്ടികളും പ്രവർത്തകരും ഒക്കെ തന്നെ സജീവമാണ് ജനങ്ങളെ സഹായിക്കുന്നതിന് വേണ്ടി. ക്യാമ്പുകളും തുടരുന്നുണ്ട്. എന്തായാലും ഈ ദുരിത പെയ്ത്തൊന്ന് നിന്നത് മനസ്സിനൊരല്പം ആശ്വാസം തന്നെയാണ് കോട്ടയംകാരെ സംബന്ധിച്ച്. ഹരി, വ്യക്തമാണ് ശ്രീജിത്ത്. എന്തായാലും നമ്മളിപ്പോൾ പത്തനംതിട്ടയും പോയി, നമ്മൾ കോട്ടയത്തും പോയി. അപ്പോൾ ഈ രണ്ട് സാഹചര്യത്തിലൂടെ പോകുന്ന ഘട്ടങ്ങളിലും നമുക്ക് പറയാനുള്ളത് നിലവിൽ മഴയുടെ ഒരു ആശ്വാസകരമായ സാഹചര്യം ഉണ്ട്. അല്ലെങ്കിൽ മഴ നിലവിലില്ല എന്നുള്ളത് തന്നെയാണ്. ഇപ്പോൾ പത്തനംതിട്ടയിലും കോട്ടയമായാലും, ഇപ്പോൾ കോട്ടയത്ത് ഇപ്പോൾ ശ്രീജിത്ത് പറഞ്ഞ പോലെ താഴ്ന്ന പ്രദേശങ്ങളിൽ ഇപ്പോഴും വെള്ളക്കെട്ടുണ്ട്. അത് കുറച്ച് നാളുകൾ കൂടി തുടരാനുള്ള സാഹചര്യമുണ്ട്. പക്ഷേ മഴ നിലവിൽ പെയ്യുന്നില്ല. അതൊരു ആശ്വാസകരമായ കാര്യം കൂടിയാണ്. പ്രത്യേകിച്ച് പത്തനംതിട്ടയിലും ആ സാഹചര്യമാണ് ശശിനാരായണൻ പറഞ്ഞത്. പക്ഷേ മേഘാവൃതമായ അന്തരീക്ഷമുണ്ട്, പെയ്യാം പെയ്യാതിരിക്കാം, ആ ഒരു സിറ്റുവേഷനിലാണ് പോകുന്നത്. നമ്മളെന്തായാലും കോട്ടയം കഴിഞ്ഞു, പത്തനംതിട്ട കഴിഞ്ഞു. നമ്മളിനി എറണാകുളത്തേക്ക് പോവുകയാണ്. എറണാകുളത്ത് നിന്ന് ഡാനി പോളുണ്ട് വിശദാംശങ്ങളുമായി. പ്രത്യേകിച്ച് എറണാകുളത്ത് മഴയ്ക്ക് ശമനമുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് റിപ്പോർട്ടുകൾ പ്രകാരം. അത് ഡാനിയോട് തന്നെ നേരിട്ട് ചോദിക്കാം. ഡാനി, പ്രത്യേകിച്ച് മഴ നിലവിലത്തെ സാഹചര്യം എങ്ങനെയുണ്ട്? നമുക്കിപ്പോൾ അതാണല്ലോ നമുക്ക് ഏറ്റവും പ്രധാനമായിട്ടും അറിയേണ്ടത്. ഇപ്പോൾ തീവ്രമഴ മുന്നറിയിപ്പുള്ള സാഹചര്യമാണ് നിലവിൽ എറണാകുളത്ത്. പക്ഷേ മഴ ഇപ്പോൾ ശക്തമായി പെയ്യുന്നൊരു സാഹചര്യം ഉണ്ടോ? എങ്ങനെയാണ് അവിടുത്തെ അന്തരീക്ഷം? ഹരി, എറണാകുളം ജില്ലയിൽ മഴയ്ക്കൊരു താൽക്കാലിക ശമനം എന്നെല്ലാം പറയാവുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. കാരണം ഓറഞ്ച് അലർട്ട് ഇന്നലെയും ഇന്നും അല്ല ഓറഞ്ച് അലർട്ട് ആണെങ്കിൽ കൂടിയും ഇതിനൊരു ഇടവേളകളുണ്ട് മഴയ്ക്ക്. നിശ്ചയമായും അതൊരു തുടർന്ന് പെയ്തുകൊണ്ടിരിക്കുന്ന അതിശക്തമായ മഴയിൽ തുടർന്ന് പെയ്തുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിലേക്കല്ല, ഇടവേളകൾ ഉള്ളത് കൊണ്ട് തന്നെയാണ് എറണാകുളം ജില്ലയ്ക്ക് അതൊരു ആശ്വാസമാവുന്നത്. പ്രത്യേകിച്ച് നഗരത്തിലേക്കെല്ലാം തന്നെ വരുമ്പോൾ കൃത്യമായ രീതിയിൽ തന്നെ ഇത് മഴയ്ക്ക് ഒരു ഇടതൂർന്ന് ലഭിക്കുന്ന രീതിയിലേക്കൊന്നും കാര്യങ്ങളല്ല. അതുകൊണ്ട് തന്നെയാണ് അതിരൂക്ഷമായ രീതിയിലുള്ള വെള്ളക്കെട്ടോ കാര്യങ്ങളോ ഒന്നും തന്നെ നഗരത്തിൽ, പ്രത്യേകിച്ച് കൊച്ചി നഗരവും അതിൻ്റെ ചുറ്റുപാടുകളും പരിസരങ്ങളും കേന്ദ്രീകരിച്ച് രൂപപ്പെടാതിരിക്കുന്നതിനുള്ള ഒരു ആശ്വാസകരമായ കാര്യം. പക്ഷേ ജില്ലയുടെ കിഴക്കൻ മേഖലകളിലേക്ക് പോകുമ്പോൾ, മൂവാറ്റുപുഴയും കോതമംഗലവും എല്ലാം ഉൾപ്പെടുന്ന കിഴക്കൻ മേഖലയിലേക്ക് പോകുമ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ അവിടെ ശക്തമായ രീതിയിലുള്ള മഴ ലഭിച്ചു. അത് തുടർന്നുകൊണ്ടേയിരിക്കുന്നൊരവസ്ഥയാണ്. ഇപ്പോൾ മഴയ്ക്ക് അവിടെയും ഒരു താൽക്കാലിക ശമനം എന്ന രീതിയിലേക്ക് എല്ലാം തന്നെ കാര്യങ്ങളായിട്ടുണ്ട്. പക്ഷേ അവിടെയുള്ളൊരു വിഷയം എന്ന് പറയുന്നത് ഇടുക്കിയിലടക്കം ലഭിച്ച ശക്തമായ മഴ, അതിൻ്റെ ഒരു നീരൊഴുക്ക്, അതിൻ്റെ ഒരു മലയോര മേഖലകളിലെല്ലാം ലഭിച്ച മഴയോ അത് പിന്നീട് അത് ഒഴുകിയെത്തുന്നത്, പിന്നീട് അതിൻ്റെ വൃഷ്ടിപ്രദേശങ്ങളിലേക്കെല്ലാം തന്നെയാണ്. കാരണം അത് ഒഴുകി വരുന്നത് മൂവാറ്റുപുഴയാറും തൊടുപുഴയാറും എല്ലാം തന്നെ കേന്ദ്രീകരിച്ചാണ് ഈ മഴ പെയ്ത്തെല്ലാം തന്നെ ഒഴുകി വരുന്നത്. അപ്പോൾ ആ ചുറ്റുപാടും പരിസരവും എല്ലാം തന്നെ ഇപ്പോഴും ഈ വെള്ളപ്പാച്ചിലെല്ലാം ആ പിടിയിൽ തന്നെയാണ്. മൂവാറ്റുപുഴയാറിനെയും തൊടുപുഴയാറുമെല്ലാം ഈ അപകട നിര, ജലവിധാനത്തിന് അപകടനില അതിന് മുകളിൽ എന്ന രീതിയിലേക്കെല്ലാം തന്നെ എത്തിയിട്ടുണ്ട്. മലങ്കര ഡാം ഉൾപ്പെടെയുള്ളവ വെള്ളം ഉയർന്ന ഒരു സാഹചര്യമാണ് അവിടെയുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു വൃഷ്ടിപ്രദേശങ്ങളിൽ ദുരിതം അപ്പോഴും തുടരുകയാണ്. ഇവിടെ 8 ക്യാമ്പുകൾ, ദുരിതാശ്വാസ ക്യാമ്പുകൾ ജില്ലയിൽ തുറന്നിട്ടുള്ളതിൽ കോതമംഗലത്ത് 2, കുന്നത്തുനാട് 2, മൂവാറ്റുപുഴയിൽ 4 ക്യാമ്പുകൾ തുറന്നിട്ടപ്പോൾ അവിടെ ഏതാണ്ട് 38ഓളം കുടുംബങ്ങളിൽ നിന്നായി 100-ലധികം പേരെ ഈ ക്യാമ്പുകളിലേക്ക് മാറ്റി താമസിപ്പിച്ചിട്ടുണ്ട്. ഇത് മുഴുവനും ഈ ഭാഗത്താണ്, കിഴക്കൻ മേഖലയിൽ കേന്ദ്രീകരിച്ചാണ് ഈ ഭാഗത്താണ് ഉള്ളത്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം വെള്ളക്കെട്ടിൻ്റെ പിടിയിലായ മൂവാറ്റുപുഴ ടൗൺ പരിസരം പ്രദേശങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ ആ ഭാഗത്ത് വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ഇപ്പോഴും തുടരുന്നു. കാരണം ഇനിയിപ്പോൾ വെള്ളം ഇറങ്ങുന്നു എങ്കിൽ കൂടിയും വളരെ ശക്തമായ രീതിയിലുള്ള ഒരു കാര്യങ്ങളൊന്നുമല്ല. അവിടെ ഇനിയും നിരവധിയായ
വീടുകൾ വെള്ളക്കെട്ടിൻ്റെ പിടിയിലായിട്ട് തന്നെ തുടരുകയും ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ മന്ത്രി റോജി എം ജോൺ ഉൾപ്പെടെയുള്ളവർ അവിടെ സന്ദർശിക്കുകയും എല്ലാം തന്നെ ചെയ്തു. അപ്പോൾ അവിടെയുള്ള കാര്യങ്ങൾ കുറച്ച് സങ്കീർണമാണ്. അത് മഴ ഒന്ന് ഒതുങ്ങിയാൽ മാത്രമേ, അല്ലെങ്കിൽ ഈ വെള്ളപ്പാച്ചിൽ ആറുകളിലൂടെയുള്ള വെള്ളം വരുന്നത് ഒന്ന് കുറഞ്ഞാൽ മാത്രമേ, ജലവിധാനത്തിൻ്റെ ഒരു അളവ് കുറഞ്ഞാൽ മാത്രമേ അവിടെ ഒരു ആശ്വാസകരമായ ഒരു കാര്യങ്ങൾ സംഭവിക്കുകയുള്ളൂ. അതോടൊപ്പം ജില്ലയുടെ ഈ തീരമേഖലകളുണ്ട്, പ്രത്യേകിച്ച് ഈ കണ്ണമാലിയും ചെല്ലാനവും വൈപ്പിൻ പോലുള്ള മേഖലകൾ. അവിടെ ഈ വേലിയേറ്റ സമയത്ത് കടലാക്രമണം രൂക്ഷമായ സാഹചര്യമാണ്. ഇന്നലെ ചെല്ലാനത്തും മന്ത്രി റോജി എം ജോൺ സന്ദർശിക്കുകയുണ്ടായി. അപ്പോൾ ഇവിടെ ഏതെങ്കിലും ഒരു അടിയന്തര സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ അവിടെ നിന്ന് ആളുകളെ മാറ്റിപ്പാർപ്പിക്കുന്നത് അടക്കമുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള സജ്ജീകരണങ്ങൾക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അവിടെ അത്തരം ക്രമീകരണങ്ങൾ ഒരുക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. കാരണം കഴിഞ്ഞ തവണകളെല്ലാം തന്നെയും കടലാക്രമണം രൂക്ഷമായ മേഖലകളായിരുന്നു ഈ ടെട്രാപ്പോഡ് കടൽഭിത്തിയില്ലാത്ത കണ്ണമാലി പോലുള്ള പ്രദേശങ്ങൾ. അപ്പോൾ ഇവിടെ കാര്യങ്ങൾ ബുദ്ധിമുട്ടിലായാൽ ക്യാമ്പുകൾ തുടങ്ങാനുള്ള നിർദ്ദേശങ്ങളാണ് നൽകിയിട്ടുള്ളത്. ഇതാണ് ജില്ലയുടെ ഒരു ബുദ്ധിമുട്ടുള്ള മേഖലകൾ എന്ന് പറയുന്നത് കിഴക്കൻ മേഖലകളാണ്. തീരമേഖലകളിലേക്ക് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ അത് വേലിയേറ്റ സമയത്താണ് കൂടുതലായും അനുഭവിക്കുന്നത്. തീരദേശത്ത് താമസിക്കുന്ന അതോടൊപ്പം തന്നെ റോഡുകൾ ഇതെല്ലാം തന്നെ വിഷയമാവുന്നുണ്ട്. മറ്റിടങ്ങൾ നഗരത്തിലേക്ക് വരുമ്പോൾ കാര്യമായ വിഷയങ്ങൾ ഈ ദിവസങ്ങളിൽ സംഭവിച്ചിട്ടില്ല. അതിപ്പോഴും തുടർന്നുകൊണ്ടേയിരിക്കുന്നു. വലിയ രീതിയിലുള്ളൊരു മഴ, അതായത് തുടർച്ചയായി ഒരു മഴ പെയ്ത നഗരം കേന്ദ്രീകരിച്ചില്ലാത്തത് കൊണ്ട് തന്നെയാണ് അതിൻ്റെ ഒരു ആശ്വാസം എന്നെല്ലാം തന്നെ പറയുന്നത്. മുൻകാലങ്ങളിൽ അതിശക്തമായ മഴ നഗരത്തിൽ ലഭിക്കുകയും തുടർന്ന് വെള്ളക്കെട്ടുകൾ രൂപീകൃതമാവുകയും ചെയ്യുന്നൊരവസ്ഥയെല്ലാം തന്നെ ഉണ്ടായിരുന്നു. ഇക്കുറി അങ്ങനെ വന്നിട്ടില്ല. ഇന്ന് വിദ്യാലയങ്ങൾക്ക് എറണാകുളം ജില്ലയിൽ അവധി നൽകിയിട്ടുണ്ട്. ഓറഞ്ച് അലർട്ടും മുന്നറിയിപ്പും എല്ലാം തന്നെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെയാണ്. ഇതാണ് ജില്ലയിലെ ഒരു സാഹചര്യം എന്ന് പറയുന്നത്. ശരി, വ്യക്തമാണ്. ഡാനി പോളാണ് കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. അങ്ങനെ പത്തനംതിട്ടയും കോട്ടയം എറണാകുളത്തും ഒക്കെ തന്നെ അങ്ങനെ ഒരു ആശങ്കപ്പെടേണ്ട സാഹചര്യം നിലവിൽ ഉണ്ടാകുന്നില്ല എന്നുള്ളത് വളരെ ആശ്വാസകരമായ കാര്യമാണ്. വളരെ ശക്തമായ മഴയൊന്നും പെയ്യുന്നില്ല. നമ്മുടെ 3 റിപ്പോർട്ടർമാരെ അവിടെ നിൽക്കുമ്പോൾ പോലും മഴയൊന്നും പെയ്യുന്നില്ല. അതൊരു ആശ്വാസമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ അതേ ആശ്വാസത്തോടു കൂടി അതായിരിക്കും പ്രതീക്ഷ എന്നുള്ള രീതിയിൽ തന്നെ നമ്മൾ ഇടുക്കിയിലേക്ക് പോകുന്നു. ഇടുക്കിയിൽ നിന്നും പ്രിൻസ് ഉണ്ട് വിശദാംശങ്ങളുമായി. അവിടെ മഴ എങ്ങനെയാണ്, കൂടിയോ കുറഞ്ഞോ എന്നത് സംബന്ധിച്ചൊക്കെ പ്രിൻസിനോട് തന്നെ ചോദിക്കാം. പ്രിൻസ്, എങ്ങനെയാണ് നമ്മൾ ഈ 3 ജില്ലകൾ വരുമ്പോൾ ആശ്വാസകരമായ റിപ്പോർട്ടുകളാണ് വരുന്നത്. ഇടുക്കിയിലും അങ്ങനെയാണോ സാഹചര്യം? ആശ്വസിക്കാമോ? തീർച്ചയായും ഇടുക്കിയിലെ നിലവിലെ സാഹചര്യത്തിൽ ആശ്വാസകരമാണ്. അതിശക്തമായ ഒരു മഴ തുടർച്ചയായി പെയ്യുന്ന സാഹചര്യം നിലവിലില്ല. ഇടവിട്ട് ചെറിയ ചാറ്റൽ മഴ മാത്രമാണ് പെയ്യുന്നത്. കഴിഞ്ഞ രാത്രി പോലും വിവിധ മേഖലകളിൽ അതിശക്തമായ മഴ പെയ്തിട്ടില്ല. ഇടയ്ക്ക് ശക്തമാകുന്നുണ്ടെങ്കിൽ പോലും തുടർച്ചയായി ഇങ്ങനെ മഴ പെയ്യുന്ന ഒരു അവസ്ഥയിൽ നിന്ന് മാറിയിരിക്കുന്നു. ഇടയ്ക്കൊക്കെ ചാറ്റൽ മഴ മാത്രമാണ് ഇപ്പോൾ ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ വലിയൊരു ആശ്വാസകരമായ ഒരു സാഹചര്യത്തിലേക്കാണ് ഇടുക്കിയിലെ കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. മഴയ്ക്ക് വലിയ തോതിലുള്ള ഒരു കുറവുണ്ടെന്ന് തന്നെ നമുക്ക് ഇപ്പോൾ പറയാൻ സാധിക്കും. എന്തായാലും നിലവിൽ ആകാശമൊക്കെ മൂടിക്കെട്ടിയ ഒരു സാഹചര്യമുണ്ട്. വൈകുന്നേരങ്ങളിലൊക്കെ വീണ്ടും ശക്തമാകുമെന്നൊരു ആശങ്കയുണ്ടെങ്കിൽ പോലും കഴിഞ്ഞ ദിവസങ്ങളിൽ നിന്ന് അപേക്ഷിച്ച് മഴ വലിയ തോതിൽ കുറഞ്ഞിട്ടുണ്ട്. എങ്കിലും ഇടുക്കിയിലെ അണക്കെട്ടുകളിൽ നിന്ന്, അതായത് മലങ്കര, കല്ലാർകുട്ടി, പാമ്പള അണക്കെട്ടുകളിൽ നിന്ന് വെള്ളം പുറത്തേക്ക് ഒഴുകുന്നത് ഇപ്പോഴും തുടരുകയാണ്. എന്നാൽ നീരൊഴുക്ക് കുറയുന്ന ഒരു സാഹചര്യത്തിൽ വരും ദിവസങ്ങളിലൊക്കെ തന്നെ ഷട്ടറുകളുടെ ഉയർത്തിയതിന്റെ തോത് കുറച്ച് വെള്ളം പുഴയിലേക്ക് ഒഴുക്കുന്നതിന്റെ അളവ് കുറയ്ക്കാനാകുമെന്നാണ് കരുതുന്നത്. ഒപ്പം ഇടുക്കിയുടെ ഡൈവേർഷൻ ഡാമായ ഇരട്ടയാറും ഈ കല്ലാർകുട്ടി, മലങ്കര, പാമ്പള അണക്കെട്ടുകൾ കൂടാതെ ഇരട്ടയാറും റെഡ് അലേർട്ട് നിലയിലാണ്. എന്നാൽ ഈ നീരൊഴുക്ക് കുറയുന്ന ഒരു സാഹചര്യത്തിൽ ഈ അണക്കെട്ട് ഉടൻ തന്നെ തുറക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാവില്ല എന്നാണ് കരുതുന്നത്. മറ്റു ചെറുകിട അണക്കെട്ടുകളായ പൊന്മുടി, ആനയിറങ്കൽ, മാട്ടുപ്പെട്ട് തുടങ്ങിയ അണക്കെട്ടുകളിലൊക്കെയും ജലനിരപ്പ് ഉയരുന്നുണ്ടെങ്കിൽ പോലും ഈ അണക്കെട്ടുകൾ നിലവിലത്തെ ഒരു സാഹചര്യത്തിൽ തുറക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ടില്ല. വരും ദിവസങ്ങളിലൊക്കെ അതിശക്തമായ ഒരു മഴ തുടർച്ചയായി പെയ്തെങ്കിൽ മാത്രമേ മറ്റു ചെറുകിട അണക്കെട്ടുകൾ തുറക്കേണ്ട സാഹചര്യത്തിലേക്ക് എത്തുകയുള്ളൂ. പ്രധാന അണക്കെട്ടുകളായ ഇടുക്കിയിലും മുല്ലപ്പെരിയാറിലും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ജലനിരപ്പ് ഉയരുന്നുണ്ടെങ്കിൽ പോലും ആശങ്കാജനമായ ഒരു സാഹചര്യമില്ല. ഇടുക്കിയിൽ നിലവിൽ 2345.29 അടിയാണ് നിലവിലെ ജലനിരപ്പ്. അതായത് ആകെ സംഭരണ ശേഷിയുടെ 42% മാത്രമാണ് ഇപ്പോൾ ഇടുക്കിയിൽ വെള്ളമുള്ളത്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിനുള്ളിൽ 6 അടിയോളം വെള്ളം ഇടുക്കിയിൽ ഉയർന്നിട്ടുണ്ട്. എന്നാൽ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് വലിയ തോതിൽ ഇടുക്കിയിൽ ഇപ്പോഴും വെള്ളം കുറവാണ്. ശക്തമായ നീരൊഴുക്കൊക്കെ ഈ അണക്കെട്ടിലേക്ക് ഉണ്ടെങ്കിലും പെരിയാറിലെ വൃക്ഷപ്രദേശങ്ങളിലും പെരിയാർ തടാക തീരത്തും ഒക്കെ വലിയ തോതിലുള്ള നീരൊഴുക്കുണ്ടെങ്കിൽ പോലും, മഴയൊക്കെ ലഭിച്ചെങ്കിൽ പോലും
ഇപ്പോഴും ഇടുക്കിയിലേക്ക് ഇടുക്കിയിലെ അണക്കെട്ടിൽ വലിയ തോതിൽ ജലനിരപ്പ് ഉയർന്നിട്ടില്ല. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിലായി 6 അടിയോളം മാത്രമാണ് ജലനിരപ്പ് ഉയർന്നിരിക്കുന്നത്. ഒപ്പം കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് വലിയ തോതിൽ ഇപ്പോഴും വെള്ളം അണക്കെട്ടിൽ കുറവാണ്. എന്തായാലും ജില്ലയിലെ സ്ഥിതി ഇപ്പോൾ നിലവിൽ തൃപ്തികരമാണ്. വലിയ ശക്തമായ ഒരു മഴ ലഭിക്കുന്നില്ല. ജില്ലയിൽ നിലവിൽ 19 ക്യാമ്പുകൾ പ്രവർത്തിക്കുന്നുണ്ട്. തൊടുപുഴയിൽ 6ഉം പീരുമേടിൽ 7ഉം ഇടുക്കിയിൽ 5ഉം ഉടുമ്പൻചോലയിൽ 1 ശരി, 19 ക്യാമ്പുകൾ ഇപ്പോൾ ഇടുക്കിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷേ ആശ്വാസകരമാണ്, അങ്ങനെ ഒരു ശക്തമായ മഴ പെയ്യുന്ന ഒരു സാഹചര്യം എന്തായാലും നിലവിലുണ്ടാകുന്നില്ല. അപ്പോൾ ഇടുക്കിയിലും അത് തന്നെയാണ് സാഹചര്യം. അങ്ങനെ നമ്മൾ പത്തനംതിട്ടയും കോട്ടയവും കൊച്ചിയും ഇപ്പോൾ ഇടുക്കിയിലൊക്കെ വരുമ്പോഴേക്കും മഴ ഒഴിഞ്ഞു നിൽക്കുകയാണ്. അതൊരു ആശ്വാസകരമായ കാര്യമായിട്ട് തന്നെ നിൽക്കുകയാണ്. അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് വരണമെന്ന് നമ്മൾ 3 ദിവസം മുമ്പ് തന്നെ ആഗ്രഹിച്ചിരുന്നതാണ്. അതിലേക്ക് എത്തുന്നു. ചിലയിടത്ത് വെള്ളക്കെട്ടുകളുണ്ട്, സ്വാഭാവികമാണ്, അത് മാറും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം.